ഹലോ എവരി വൺ, വെൽക്കം ടു മൈ PSC ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് AP എക്സാം എഴുതിയ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നൊരു സീരീസാണ്. കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഞാൻ കമൻറ്റ്സ് ഇങ്ങനെ കണ്ടു, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരെ, കണക്റ്റഡ് ഫാക്ട്സ് എന്തിനാണ് പറയുന്നതെന്ന്. അതെന്തായാലും നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊപ്പം പഠിച്ചു പോകാന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും വിത്തൗട്ട് എനി ഡൗട്ട്സ് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് ഒരുമിച്ച് പറഞ്ഞു പോകുന്നത്. അതങ്ങനെയാകുമ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൻ്റെ എക്സാം നടന്നത് 2025 ജൂണിലായിരുന്നു. നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിയൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ എന്നൊക്കെ പറഞ്ഞ തസ്തികയിൽ കിടന്നിട്ടുള്ളൊരു മെയിൻ എക്സാമിനേഷൻ്റെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ആൻസർ B ആണ്, അതായത് 2, 4, 1, 3. അപ്പോൾ എന്താണ് ഈഴവ മെമ്മോറിയൽ എന്നായിരുന്നു? 1896 വൈക്കം സത്യാഗ്രഹം 1924-25 കാലഘട്ടത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിലും. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? തിരുവിതാംകൂറിലെ ഈഴവർക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചതാണ് എന്ത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിനായിട്ട് വൈക്കത്ത് നടന്നൊരു സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് നടത്തിയൊരു സത്യാഗ്രഹവും. പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ പാലിയം റോഡിൽ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനായിട്ട് നടന്നൊരു സമരമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? GP പിള്ള, K മാധവൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ, K കേളപ്പൻ. ആൻസർ C ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് ഇദ്ദേഹമാണ് ഈ പദവിയിലെത്തുന്ന ഒരേ ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഡെഫറിൻ, ലോർഡ് കഴ്സൺ, മൗണ്ട് ബാറ്റൻ, മേയോ. ആർക്കാണ്? ലോർഡ് കാഴ്സൺ ആണ് ആൻസർ വരുന്നത്. 1900 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് രണ്ടാം ഈഴവ മെമ്മോറിയൽ ലോർഡ് കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണെന്നുള്ളതാണ്. തന്നിരിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ള ജോഡികളാണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. 5ാമത്തെ ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദൻ, അയ്യങ്കാളി. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം ആരംഭിച്ചത്. എന്നാണ്? 1936 കന്യാകുമാരി ജില്ലയിൽ വെച്ചിട്ടാണ് ഈ സംഘടന സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് എന്ത് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലക്ഷ്യം എന്തായിരുന്നു? ജാതി വിവേചനത്തിനെതിരെ പോരാടുക, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു എന്ത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. അദ്ദേഹം സ്ഥാപിച്ച ഈ സർവകലാശാല ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? SNDT, ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമൻസ് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? എന്ത് കാരണമാണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കേണ്ടി വന്നത്. എന്നാണ് ചൗരി ചൗര സംഭവം നടന്നത്? 1922 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലുണ്ടായൊരു അക്രമാസക്തമായിട്ടുള്ളൊരു സംഭവങ്ങളെ തുടർന്നാണ് ഗാന്ധിജി സമരം പിൻവലിച്ചത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ഏത് വർഷം? 1776 തുടങ്ങിയിട്ട് 1777 സന്യാസി കലാപം അവസാനിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പാസ്സാക്കിയത്? എവിടെ വെച്ച് നടന്ന സമരത്തിലാണ്? ബോംബെയിൽ വെച്ച് നടന്നിട്ടുള്ള സമരത്തിലാണ്. 1942 ഓഗസ്റ്റ് 8 നടന്ന സമ്മേളനത്തിലാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ഏത് സഭയിലാണ്? ലോക്സഭയിലാണ്. ഭരണഘടനയുടെ 110ാം അനുച്ഛേദപ്രകാരം ധനബില്ലുകൾ ലോക്സഭയിൽ മാത്രമാണ് ആദ്യം അവതരിപ്പിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഏത് കോടതിയാണ്? ഹൈക്കോടതിയെയാണ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ അനുച്ഛേദം 32 ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി പ്രകാരമാണ്. 1988 ഈ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം കുറച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ലിസ്റ്റാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, 2 ശരിയാണ്. അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അതുപോലെ സ്ഥിരം സഭയാണ് എന്ത്? രാജ്യസഭ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് തെറ്റാനുള്ള കാരണം എന്താണ്? 5 വർഷമാണ് സഭയുടെ കാലാവധി എന്നാണ് പറയുന്നത്. 5 വർഷമല്ല, 6 വർഷമാണ് സഭയുടെ കാലാവധി. അതുപോലെ സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അല്ല, രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോനാണ് ആൻസർ വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് ആൻസർ വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ആരുമായിട്ടാണ്? ചൈനയുമായിട്ടുമാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ വികാസത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളാണ് ഈ വിശേഷണത്തിന് കാരണമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യ രൂപമെടുത്ത സംസ്ഥാനം. 1953 ഒക്ടോബർ 1 തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? വാരണാസിയാണ് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ. ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ആ സമയത്ത് അത് ഡോക്ടർ S സ്വാമിനാഥനായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആരാണ്? ഡോക്ടർ V നാരായണാണ് ആൻസർ വരുന്നത്. 2025 ജനുവരി 14 തൊട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് C ആണ്. 1, 3, 2, 1, 3, 4, 4, 2. അതായത് ഹിരാക്കുണ്ട് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. 2016 യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് ശൃംഖലയിൽ അഗസ്ത്യമല ഉൾപ്പെടുത്തി. ഏതാണ് പ്രധാന മേഖലകൾ? ചെന്തുരുണി, പെപ്പാറ, നെയ്യാർ വന്യജീവി സങ്കേതം, കൽക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്.
നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലെയും പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ആൻസർ വരുന്നത്. തീരദേശത്തെ വേലിയേറ്റ പരിധിയിലുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഈ പറയുന്ന പുനർഗേഹം എന്ന് പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ടയാണ് ആൻസർ വരുന്നത്. 1904 ഈ പാത കമ്മീഷൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയൻ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് സി ആണ്. 1ഉം 4ഉം സവിശേഷതകൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തെറ്റാനുള്ള കാരണം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? പൂർവാചൽ കുന്നുകളിലാണ്. അതുപോലെ ഡ്യൂൺസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലല്ല, ഹിമാചലിനും സിവാലിക്കിനും ഇടയിലായിട്ടാണ് എന്ത് ഡ്യൂൺസ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ 2 പ്രസ്താവനകളും തെറ്റായത്. 30ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ആൻസർ സൗദി അറേബ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. അതായത് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. മതികെട്ടാൻ ചോല എന്ന് പറയുന്നത് 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താറാണ്. നീലഗിരി താർ എന്ന് പറയുന്നത് വരയാടുകളെ അല്ലേ, ഇരവികുളം നാഷണൽ പാർക്കിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. സൈലൻറ്റ് വാലിയോ നീലഗിരി കുന്നുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ലൂ എന്നാണ് നമ്മൾ പറയാറ്. 34ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ്? ഡി ആണ് ആൻസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത് K-സ്മാർട്ട് എന്ന് പറയുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യ കാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ് ആദ്യകാലങ്ങളിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരേവാസ് മണ്ണാണ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന ഏക്കൽ മണ്ണാണ് എന്ത്? കരേവാസ് മണ്ണെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് റെയിൻ ഷാഡോ റീജിയൻസ്. പർവ്വതങ്ങൾ കാറ്റിനെ തടയുന്നതുകൊണ്ട് ഒരു വശത്ത് കൂടുതൽ മഴ ലഭിക്കുകയും മറുവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ മഴ കുറയുകയും ചെയ്യുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. തെറ്റായവയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എ ആണ്. 1ഉം 4ഉം തെറ്റാണെന്നുള്ളതാണ്. കല്ലടയാറിൻ്റെ പതന സ്ഥാനമാണ്. അതുപോലെ മൺട്രോ തുരുത്തുദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കായൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തെറ്റായിട്ടുള്ളത്? കല്ലടയാറിൻ്റെ സ്ഥാനമാണെന്നാണ് പറയുന്നത്. എന്നാൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലല്ല, പകരം അഷ്ടമുടിക്കായലാണ്. അതുപോലെ മൺട്രോ തുരുത്തുദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണെന്നുമാണ് പറയുന്നത്. മൺട്രോ തുരുത്തുകായൽ എവിടെയാണ്? കൊല്ലം അഷ്ടമുടിക്കായലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എ ആണ്. 3ഉം 4ഉം ശരിയാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത പ്രദേശമാണ്. അതുപോലെ കേരളത്തിൻ്റെ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന തെറ്റാനുള്ള കാരണം എന്താണ്? കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല എറണാകുളമാണോ? അല്ല, ആലപ്പുഴയാണ് ഏറ്റവും വനഭൂമി കുറവുള്ള ജില്ല എന്ന് പറയുന്നത്. രണ്ടാമത്തത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണോ? അല്ല, തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ആൻസർ വരുന്നത് സി ആണ്. അതായത് 1, 3, 2, 4, 3, 1, 4, 2. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലും. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ലയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡി ആണ്. 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അതായത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, അതുപോലെ രക്തഹരിത വിപ്ലവം ഇംഗ്ലണ്ട്. ബാക്കിയുള്ളത് തെറ്റാവാൻ കാരണം എന്താണ്? ബോക്സർ കലാപം അമേരിക്കയാണോ? അല്ല, ചൈനയാണ് ബോക്സർ കലാപം എന്ന് പറഞ്ഞാൽ. അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന എന്നാണ് കൊടുത്തിട്ടുള്ളത്, ചൈനയിലല്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ് ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ഇതാണ് കോകില സന്ദേശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന രീതിയിൽ ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയുടെ പാളികളെ പുറത്തു നിന്നും ഉള്ളിലേക്കെന്ന രീതിയിലാണ് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ആണ്. അതായത് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് എന്ത്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലേ? നമ്മൾ വസിക്കുന്നത് അവിടെയാണ്. അടുത്തത് മാൻഡിലാണ്. ഭൂവൽക്കത്തിന് താഴെ കാണപ്പെടുന്നൊരു പാളിയാണ്. ഭൂമിയുടെ ആകെ വ്യാപ്തിയുടെ നല്ലൊരു ഭാഗവും എന്താണ്? ഈ മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. പുറക്കാമ്പ് അഥവാ ഔട്ടർ കോർ നമ്മൾ പറയും. മാൻഡിലിന് താഴെ സ്ഥിതി ചെയ്യുന്ന ദ്രാവകാവസ്ഥയിലുള്ളൊരു ഭാഗമാണ് എന്ത്? ഔട്ടർ കോർ എന്ന് പറയുന്നത്. അടുത്തത് അകക്കാമ്പ്, ഇന്നർ കോർ. ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ അകക്കാമ്പ് അഥവാ ഇന്നർ കോർ എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സി ആണ് ആൻസർ വരുന്നത്. 1, 4, 6 തെറ്റെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഏത് മേഖലയിലാണ്? ചലച്ചിത്ര രംഗത്താണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. 50ാമത്തെ ക്വസ്റ്റ്യൻ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഒഡീഷയാണ് ആൻസർ വരുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒഡീഷ സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 52ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? സി ആണ്, ഫംഗസിലാണ് പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നാഗപതിവയ്ക്കൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? ഇതാണ് ഡി, കുരുമുളകാണ് ആൻസർ വരുന്നത്. നീളമുള്ള വള്ളികളുള്ള കുരുമുളക് പോലെയുള്ള സസ്യങ്ങളാണ് സെർപ്പൻറ്റൈൻ ലെയറിങ്ങിന് സാധാരണയായിട്ട് പരീക്ഷിക്കാറുള്ളത്. 55ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CTCRI സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അഥവാ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തിനെയാണ് നമ്മൾ സ്കർവി എന്ന് വിളിക്കുക, അല്ലേ? മോണകളിൽ നിന്നൊക്കെ ചോര വരുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഏത് രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്?
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് എന്ത് സിംല കരാർ എന്ന് പറയുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 എന്ത് ഈ കരാർ ഒപ്പുവെക്കുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റോ സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടി ഉണ്ടാവുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഏതാണ്? A ആണ്. 2, 4 എന്നുള്ളതാണ്. വാഹനങ്ങളിൽ റിവ്യൂ മിററിലായി ഉപയോഗിക്കുന്നു. അതുപോലെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് എന്ത് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഏതാണ്? B ആണ്. അതായത് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രോൺ ആരാണ്? J.J. തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണോ? അല്ല. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്കുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത്? ഏതാണ്? കലാമിൽ നിന്നാണ് അല്ലേ? സിങ്കിൻ്റെ പ്രധാന അയിരുകളിലൊന്നാണ് കലാമിൻ എന്ന് പറയുന്നത് അല്ലേ? ZnCO3 എന്നാണ്. ഇതിൽ നിന്ന് വ്യാവസായികമായിട്ട് സിങ്ക് എളുപ്പത്തിൽ വേർതിരിക്കാനായിട്ട് സാധിക്കും. 63ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഏതാണ് ആൻസർ? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ആണ് ഈ മൂലകം എന്ന് പറയുന്നത്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ വരുന്നത് C ആണ്. ക്വാണ്ടം ഡോട്ടിനാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് ലഭിച്ചത്? മൗഗി ജി ബാവൻഡി, ലൂയിസി ബ്രസ്, അതുപോലെ അലക്സി എ കിമോ എന്ന് പറഞ്ഞിട്ടുള്ള 3 ശാസ്ത്രജ്ഞർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. 66ാമത്തെ ക്വസ്റ്റ്യൻ, DRDAയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ V. കാമത്താണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? പ്രോട്ടോസോവയാണ് ആൻസർ വരുന്നത്. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഏകകോശ ജീവിയാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഏതാണ്? സാൽമോണല്ല ടെഫിയാണ് ആൻസർ വരുന്നത്. ടൈഫോയിഡ് പനി സ്ഥിരീകരിക്കുന്നതിനായിട്ടാണ് എന്ത് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗനോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. വെളുത്ത രക്താണുക്കളിലെ മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളും രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കാൻ, അതായത് ഫാഗോസൈറ്റോസിന് കഴിവുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറയാണ്. A ആണ് ആൻസർ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG വാക്സിൻ ആണല്ലേ? D ആണ് ആൻസർ. BCG വാക്സിനാണ്. ഈ ക്ഷയരോഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് നോക്കിയ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? B ആണ് ആൻസർ. 9 to 11 mg ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തര പാളി ഏതാണ്? മെനിഞ്ചസ് ആണ്. നമ്മുടെ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. 76ാമത്തെ ക്വസ്റ്റ്യൻ,
മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഡി ആണ്. ജീവകം കെ ആണ് ആൻസർ വരുന്നത്. വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കുന്നത് ആവശ്യമായ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി ആണ് ആൻസർ വരുന്നത്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൈലേറിയ ആണ്. ഇതൊരു മസ്തിഷ്കം തിന്നുന്ന അമീബ അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് ഇത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലൂടെയാണ് ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. നമ്മളങ്ങനത്തെ ഒരുപാട് കേസസ് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂനത സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരയ്ക്കാണ്. ആശാധാര എന്ന് പറഞ്ഞാൽ ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രക്തസംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ലഡാക്കിൽ നടന്ന 12ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിലാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആരോഗ്യ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി സി ഡിറ്റ് വികസിപ്പിച്ചെടുത്ത ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് ദേശീയ തലത്തിൽ ആദരിച്ചത്. അപ്പോൾ ആശാധാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രക്തസംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ നോക്കിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ കമൻസിൽ അറിയിക്കാം. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കെമിസ്ട്രി ഫിസിക്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വൈകാണ്ട് തന്നെ നമ്മളതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.